രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാപകമായി പഞ്ചാരടിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. കാര്യം ഒരുപാട് സ്ത്രീകൾ നമ്മളെ തന്നെ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട്. നമസ്കാരം. അങ്ങനെ രാഹുൽ ഈശ്വർ 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തു. അതായത് കോടതി അല്ലെങ്കിൽ നിയമം കലക്കി കുടിച്ചവനാണ് ഞാൻ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ വീരവാദം വിളമ്പിയ നമ്മുടെ രാഹുൽ ഈശ്വർ, അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വിടുവേല ചെയ്ത, അവന്റെ മൂട് താങ്ങി കോടിക്കണക്കിന് രൂപ അവനിൽ നിന്ന് പൈസ കൈപ്പറ്റി അവനെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ച രാഹുൽ ഈശ്വർ വന്ന് ചാനൽ ചർച്ചകളിലെല്ലാം, അതുപോലെ തന്റെ യൂട്യൂബ് ചാനലുകളിൽ ഇരുന്നു കൊണ്ട് അതിജീവിതയെ, അതായത് ഇരയുടെ പേര് പരോക്ഷമായി വെളിപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു, വന്ന് അട്ടഹാസം നടത്തി. അവസാനം അതിനുള്ള തിരിച്ചടി എന്റെ പൊന്നു രാഹുൽ ഈശ്വറിന് കിട്ടിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനിയും ഈ ജയിലിൽ കിടന്ന് ഞാൻ നിരാഹാരം കിടക്കും, ഈ കാണിച്ചതെല്ലാം കള്ളത്തരമാണ് എന്ന് ഈ പറയുന്ന പോലീസ് വാഹനത്തിന്, അതായത് ജീപ്പിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു കൂവി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ പല കേസുകളിലും ഞാൻ സപ്പോർട്ട് ചെയ്ത ആളാണ്. പല കേസുകളിലും ഞാൻ പുള്ളി പറയുന്നത് അംഗീകരിക്കുന്നു. ഇവിടെ ഒരു പുരുഷ കമ്മീഷനും വേണം എന്ന് രാഹുൽ ഈശ്വറിനെ പോലെ ഞാനും ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ്, ആദ്യമേ പറയട്ടെ. പക്ഷേ അതിന്റെ മറവിൽ നിന്നുകൊണ്ട് പുരുഷ കമ്മീഷൻ വേണം, പുരുഷന്മാർക്ക് എവിടെയും ഒരു സംരക്ഷണം വേണം എന്നുള്ള മറവിൽ എല്ലാ പുരുഷന്മാരും, ഈ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും പതിവ്രതന്മാരാണ് എന്നങ്ങ് കരുതരുത്, അല്ലെങ്കിൽ എന്ന് ഈ പറയുന്ന നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞത് നല്ല ഒന്നൊന്നര കോഴിയാണ്. കോഴി ഒരു കാട്ടുകോഴിയാണ്. ഓടി നടന്ന് എന്ത് ചെയ്യുക, പ്രണയാഭ്യർത്ഥന നടത്തുക, അവരെ വളച്ചെടുത്ത് എന്ത് ചെയ്യുക, നേരെ കൊണ്ടുവന്ന് റൂമിൽ കയറ്റി അവന്റെ കാര്യങ്ങൾ നടത്തുക. അതിനുശേഷം സ്വന്തം സ്വാധീനം ഉപയോഗിച്ച്, തന്റെ പവർ ഉപയോഗിച്ച് അവരെ വിരട്ടി വിടുക. ഹൂ കേസ് കൊണ്ടുകിടന്ന ആൾക്കാർ ഈ പെണ്ണുങ്ങളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കിയിട്ട് ഹൂ കേസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പരകോഴിയായ, അവന്റെ ഈ പറയുന്ന കോൺഗ്രസിൽ ഉള്ളവർ ഉൾപ്പെടെ തന്നെ പറയുന്ന ഒരു പേരുണ്ട്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ കോഴി രാഹുലാണ് എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു പരനാറിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ രാഹുൽ ഈശ്വറെ, നീ പറയുന്ന എല്ലാം അങ്ങോട്ട് വിഴുങ്ങാൻ നമ്മളെ മണ്ടന്മാരല്ല എന്ന് മനസ്സിലാക്കുക. നിന്റെ ഉപജീവന മാർഗം ഇതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിന്റെ ഉപജീവന മാർഗം ഇതുപോലുള്ള ഇരയ്ക്ക് എതിരായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന വേട്ടക്കാരനെ സംരക്ഷിച്ചുകൊണ്ട് നിന്റെ കുറെ ഈ പറയുന്ന ഈ കമന്റ് തൊഴിലാളികളുണ്ട്, നിന്റെ കൂടെ പറയുന്ന കുറെ സൈബർ ഗുണ്ടകളുണ്ട്, അവരെയൊക്കെ പിന്തുണയോടുകൂടി താൻ വന്നു നിന്ന് ഒരുത്തനെ പിടിച്ചു നിർത്തിയിട്ട് പറയണം, ഒരാളിനെ പിടിച്ചു നിർത്തിയിട്ട് ഇതൊരു പെണ്ണാണ് എന്ന് പറയുമ്പോൾ, അതെ രാഹുൽ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഇതൊരു പെണ്ണാണ് എന്ന് നാണവും മാനവും വിവരവും ഇല്ലാതെ നിനക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന കുറെ സൈബർ പടയാളികളുണ്ട്. അവരുടെ പിൻബലത്തിലാണ് സത്യത്തെ വളച്ചൊടിച്ച് ഒരു ഇരയായ പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു, ഇത്രയും ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് അധിക്ഷേപിക്കുകയാണ് നീ. കാരണം ഈ ഒരു കേസ് പോകും തോറും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടാണ് വരുന്നത് എന്നറിഞ്ഞ് നീ വീണ്ടും നിന്റെ ഈ യൂട്യൂബ് ചാനലിരുന്ന് നീ ഈ പെൺകുട്ടിയെ കുറിച്ച് വിളിച്ചു പറഞ്ഞ സംഭവങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് നീ നിന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ്. നീ പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി, മറ്റേ നമ്മളെ പണ്ടൊക്കെ പറയും പോലെ ഞാൻ പേര് പറയില്ല, വേണമെങ്കിൽ ഞാൻ തുപ്പി കാണിച്ചു തരാം എന്ന് പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് എവിടെയുള്ള പെൺകുട്ടിയാണ്, ഏത് ചാനലിൽ വർക്ക് ചെയ്യുന്നു, എന്ന് വിവാഹം നടന്നു, ആരെടുത്ത് ഫോട്ടോ, അതായത് സന്ദീപ് വാര്യരുടെ കൂട്ടത്ത് സന്ദീപ് വാര്യർ ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ വിവാഹ ചടങ്ങിൽ ഇത്രയും ദിവസം പോയിട്ടുണ്ടെന്നും ആ ഫോട്ടോ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ട് എന്ന് നീ പറയുകയും, അതിനുശേഷം സന്ദീപ് വാര്യർ എന്ന് പറയുന്നു എന്റെ സുഹൃത്തായ രാഹുൽ ഈശ്വർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു എന്നുവരെ പറഞ്ഞിട്ട് ആ ഫോട്ടോനെ റീഷെയർ ചെയ്തുകൊണ്ട്, പണ്ടെങ്ങോ എടുത്ത ഫോട്ടോനെ റീഷെയർ ചെയ്തുകൊണ്ട് ആശംസകൾ, വീണ്ടും ഒരു അതായത് വളരെ കൃത്യമായിട്ട് ഇര ആരാണെന്ന് സമൂഹത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു സാധനമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട പൊന്നു രാഹുലെ. നീ പറയുന്നത് എല്ലാം ഇങ്ങ് വിഴുങ്ങായി എല്ലാവരും അരിയാഹാരമാണ് കഴിക്കുന്നത്. നിന്റെ ഈ പറയുന്ന സൈബർ പടകൾ കുറെ എണ്ണം നിന്റെ കൂടെ നിൽക്കും എന്നുള്ളത് ശരിയാണ്. എന്നും പറഞ്ഞ് നീ പറയണ ഒരാളിനെ പിടിച്ച് നിർത്തിയിട്ട് ഇത്ര പെണ്ണാണെന്ന് പറയാൻ അതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്ര മന്ദബുദ്ധികളല്ല എന്നും ഞാൻ പറയുന്നു. ഇനി ഇതിനു മുമ്പ്
രാഹുൽ ഈശ്വർ അതായത് ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു ചെറിയൊരു സെന്റൻസ് ഉണ്ട്. അതും ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് ഇവിടെ വെച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് തെറ്റ് പറ്റി. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാപകമായി പഞ്ചാര അടിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. കാര്യം ഒരുപാട് സ്ത്രീകൾ നമ്മളെ തന്നെ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ശരിയാണ്, അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യരുത്. 10-35 വയസ്സുള്ള ഒരു പയ്യനാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണ്, ഈ രീതിയുള്ള സ്വഭാവം 100% തെറ്റാ. അങ്ങനെ താല്പര്യമുള്ള 1-2 പേര് അല്ലെങ്കിൽ നിന്റേതായ ഒരു ഇതിലേക്ക് ഓടി നടന്ന് അങ്ങനെ പഞ്ചാര അടിക്കുന്നത് തീർച്ചയായും തെറ്റായൊരു കാര്യമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തണം. രണ്ട്, ഉളുപ്പുണ്ടോ രാഹുലെ? നിനക്ക് ഉളുപ്പുണ്ടോ? നീ പറയുന്നു ഈ യവൻ തന്നെ പറയുന്നുണ്ട്, ഈ രാഹുൽ മാങ്കൂട്ടം ഓടി നടന്ന് പഞ്ചാര അടിക്കുന്നത്. അതായത് ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നമ്പർ 1 കോഴിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് യവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഓടി നടന്ന് പഞ്ചാര അടിക്കുന്നു. ഇവനൊരു തെറ്റുണ്ട്, 2 തെറ്റുകൾ പറ്റി. ഓടി നടന്ന് പെണ്ണുങ്ങളുമായിട്ട് പഞ്ചാര അടിക്കുന്നു. അത് നീ മാറ്റി. നിനക്ക് വേണമെങ്കിൽ ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ നിനക്ക് പറ്റുന്ന 1-2 വരെ വെച്ച് പഞ്ചാര അടിക്കുന്ന ഓടി നടന്ന് ഈ ഒരു പഞ്ചാര അടിക്കരുത് എന്ന് പറഞ്ഞ ഈ നാറി, ഞാൻ അവനെ ഈ നാറി എന്ന് വിളിക്കുള്ളൂ. കാരണം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അവനൊരു പൊതുപ്രവർത്തകനാണ്. ആ പ്രവർത്തകനെ കുറിച്ചാണ് അവൻ പറയുന്നത്. നീ ഓടി കിടന്ന് ആൾക്കാരെ പഞ്ചാര അടിക്കുന്നുണ്ടോ? നിനക്ക് വേണമെങ്കിൽ 1-2 നീ പഞ്ചാര അടിച്ച് ഇങ്ങനെ കിടന്ന് ഓടി കിടന്ന് പഞ്ചാര അടിക്കുക, അത് ശരിയാണ് തന്നെ. ഇവൻ തന്നെ സമ്മതിക്കുന്നു. അവന് വേണ്ടിയിട്ട് വക്കാലത്ത് വിളിക്കുന്ന, അവന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന, അവന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഈ പറയുന്ന രാഹുൽ ഈശ്വർ തന്നെ പറയുന്നു അവൻ ഒരു കോഴിയാണ് എന്നുള്ളത്. പക്ഷെ ഓടി കിടന്ന് നീ ഈ പറഞ്ഞ ഗർഭിണിയാക്കരുത്, 1-2 വേണമെങ്കിൽ നീ ചെയ്തു. എടാ, നാണം ഉണ്ടാടാ രാഹുലെ? നിനക്ക് നാണോ ഉളുപ്പോ ഉണ്ടോ? നിനക്കുണ്ടോ? ഇങ്ങനെയുള്ള ഒരുത്തനെയാണ് നീ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ വാ കൊണ്ട് പറഞ്ഞ ഒരു കേസാണ്. അവൻ കോഴിയാണ് എന്നുള്ളത് നീ തന്നെ സമ്മതിക്കുന്നു. ഈ പറയുന്ന ഇവനെന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതുപ്രവർത്തകനാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ പറയുന്ന ഈ ഒരു പെൺകുട്ടി, ഏത് പെൺകുട്ടി ആയിക്കോട്ടെ, ആ പെണ്ണിന് ഒരു മാരേജ് ആവുന്നു. ആ പെണ്ണും ഈ പറയുന്ന ഭർത്താവുമായിട്ടുള്ള ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ, ഇവര് മാറി താമസിക്കുന്നു. ആ സമയത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് ചെയ്യുന്നു? ഈ പെണ്ണ് വന്ന് കണ്ടിട്ട് ഈ ഒരു വിഷയം പറയുന്നു. ഓക്കെ, ആണ് ഭർത്താവുമായിട്ട് ഒരു പൊതുപ്രവർത്തകനിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുമോ എന്ന് കരുതി പറഞ്ഞു. അതൊരു അവസരമായി കണ്ട് ആ പെണ്ണിനെ വളച്ചടിച്ച് ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ വലിച്ച് കയറ്റി അവന്റെ കാമ വെറി തീർത്തിട്ട് അവളെ നിന്റെ വയറിൽ എനിക്ക് ഗർഭിണിയാകണം, അല്ലെങ്കിൽ നിന്റെ വയറിൽ എന്റെ ഒരു കുഞ്ഞുണ്ടാകണം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവളെ ഗർഭിണിയാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞതാണ്, ഇവള് വിവാഹ വാഗ്ദാനം ചെയ്താണ് ഇവളെ ഗർഭിണിയാക്കി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഇപ്പോൾ അല്ലാതെ വിവാഹ വാഗ്ദാനം ചെയ്തെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞിരിക്കുന്നതാണ്, എനിക്ക് നിന്നിലൊരു കുഞ്ഞ് വേണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതാണ്, അല്ലാതെ മറ്റൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാമവെറി തീർക്കാൻ വേണ്ടിയിട്ടാണ്, ആ രീതിയിലാണ് ഇവരുടെ സംസാരം എങ്കിൽ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിനക്ക് എനിക്ക് തന്നെ ഗർഭിണിയാക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഗർഭിണിയാക്കണമെന്ന് പറയുന്നത് എനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറയുമ്പോൾ ഇതിന് കൃത്യമായിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാം, നീ അവനെ വിട്ടോ, ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാം എന്ന് വിവാഹ വാഗ്ദാനം നൽകി അവളെ ഓടി നടന്ന് പീഡിപ്പിക്കുകയും പല റെസ്റ്റ് റൂമുകളിലും ഒക്കെ കൊണ്ടുപോയി ഓടി നടന്ന് പീഡിപ്പിച്ച് അവസാനം ഗർഭിണിയാക്കണം എന്ന് പറഞ്ഞ് അവള് ഗർഭിണിയായതിനു ശേഷം തന്റെ സുഹൃത്തു വഴി വേറെ എവിടെന്നോ കിടന്ന എന്ത് ചെയ്ത് ഗുളിക കൊണ്ടുകൊടുത്ത് അതിനെ അലസിപ്പിച്ചിട്ട് പിന്നീട് അവള് ചോദിക്കുമ്പോൾ ഹൂ കെയേഴ്സ്, ആര് മൈൻഡ് ചെയ്യും? ഇതൊക്കെ ഇതൊക്കെ കവാത്ത് എന്ന് പറയും, നമ്മൾ പറയും ഇതൊക്കെ ഇതിന്റെ ആദ്യത്തെ പണിയല്ല, ഇതെല്ലാം പലതും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ അപ്പുറം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഹുങ്ക്. അതായത് ഇപ്പോ പണ്ട് ആളൂർ വക്കീലും 1-2 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ കോടികൾ ഉണ്ടെങ്കിൽ ആർക്ക് വേണം ആരെയും കൊല്ലാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ കേസ്, രാഹുൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ രാഹുൽ ഈശ്വരന് ഒരു 10-15 ലക്ഷം കൊടുത്ത രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞിരുന്ന് വെളുപ്പിച്ച് ഈ പറയുന്ന ഓരോ ചാനലുകളോടും കയറി ഇറങ്ങി വെളുപ്പിച്ച് കൊടുത്തോളും. വളരെ മോശമാണ്. നല്ല നാവ് കൊണ്ട് തന്നെ പറയുന്ന അതാ. പക്ഷെ ഈ പെൺകുട്ടി ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാമായിരുന്നു? പെൺകുട്ടി അവൻ വിളിച്ചാൽ പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാള് പൊതുപ്രവർത്തകനാണ്. ഒരാള് തന്റെ അടുത്തൊരു പരാതിയുമായിട്ട്, തന്റെ സങ്കടവുമായിട്ട്, ഒരു വേവനാദിയുമായിട്ട് വരുമ്പോൾ അതിന് പരിഹരിക്കുന്നതിന് പകരം അതൊരു അവസരമായി എടുത്തുകൊണ്ട് ഇതൊരു സംഭവം ശരി തന്നെ എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് അവളെ ചൂഷണം ചെയ്ത് അവളെ ഗർഭിണിയാക്കിയിട്ട് പിന്നീട് അവസാനം ഹൂ കേസ് തേങ്ങാ മാങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പൊന്നു രാഹുൽ മാങ്കൂട്ടമേ, നീ
ഈ ഒളിവിൽ തന്നെ കിടക്കും. നീ അന്ന് മുകേഷ് ഒളിവിലാക്കാൻ നീ പറഞ്ഞ കുറെ ക്ലിപ്പുകൾ കിടന്ന് ഓടുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറ്റുമെങ്കിൽ ആ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇട്ടുതരാം. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആ പെൺകുട്ടി ഈ പറയുന്ന ശീലാവതി ആണെന്നൊന്നും ഞാൻ ഇവിടെ പിന്നീട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇവൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നവൻ ഇവളെ മാത്രമല്ല പല പെൺകുട്ടികളെയും വിളിച്ച് ഇതേ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയും പിന്നീട് ഗർഭിണിയാക്കുകയും ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഭീഷണി വരെ മുടക്കിയിട്ടുള്ള ഒരു പരനാറിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം. ഓടി നടന്ന് ഇതുവരെ കേട്ട് ഒരു പെണ്ണിനെ പോലും കെട്ടാതെ എവിടെയൊക്കെ, അത് സ്വന്തം സഹപ്രവർത്തകന്റെ ഈ പറയുന്ന മോളായിക്കോട്ടെ, സഹപ്രവർത്തകന്റെ ഭാര്യ ആയിക്കോട്ടെ, എല്ലാ പെൺകുട്ടികളെയും കാമവെറിയോടുകൂടി മാത്രം കാണുന്ന, അവരെ എങ്ങനെയെങ്കിലും ബെഡ്റൂമിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു തന്റെ ആഗ്രഹം നടത്താൻ വേണ്ടി മാത്രം ഒരു കാമവസ്തുവായിട്ട് മാത്രം പെൺകുട്ടികളെ കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രാഹുൽ ഈശ്വരൻ നീ വന്ന അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ മണ്ടന്മാർ കാണും. ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇത് നിന്റെ തൊഴിലാണ്, നിന്റെ ഉപജീവന മാർഗമാണ്. നിനക്ക് വേണ്ടി ഈ പൈസകൾ കോടിക്കണക്കിന് പൈസ ഇത് വാങ്ങിച്ച് എനിക്ക് തോന്നുന്നു എങ്ങനെയെങ്കിലും കുറഞ്ഞ ഒരു 50 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടാവും. ഞാൻ നിന്നെ വെളുപ്പിച്ച് തരാം. ഇത് എല്ലാവരുടെ കേസിലും, ഈ പറയുന്ന ദിലീപിന്റെ കേസിലായിക്കോട്ടെ, ഈ പറയുന്ന ബോബി ചമ്മൺ, ഇതെല്ലാത്തിനും ഇത് തന്നെ ചെയ്യുന്നത്. ഇവൻ കൃത്യമായിട്ട് പൈസ വാങ്ങിച്ചിട്ട് ഈ പറയുന്ന പുരുഷ കമ്മീഷൻ തേങ്ങ വാങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുരുഷ കമ്മീഷൻ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ എല്ലാ പുരുഷന്മാരും മറ്റേ പതിവ്രതന്മാരാണെന്ന് വിചാരിക്കരുത്. ഇത് നീ ഇന്ന് 14 ദിവസം നീ ഉള്ളിൽ കിടക്കണേ നിനക്ക് ദൈവം അറിഞ്ഞു തന്നതാണ്. അത് നിനക്ക് ദൈവം അറിഞ്ഞതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും യോജിപ്പുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.